നമസ്കാരം, എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഫുഡാണ്. അപ്പോൾ അതെന്ത് കഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ടംബ്ലൈനിൽ കാണുന്നുണ്ടാവും. നല്ല പോത്തിൻ്റെ കാലും വരട്ടിയതും പിന്നെ നല്ല ടയർ പത്തൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വയനാട് സ്പെഷ്യൽ സാധനം. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒരു നൈറ്റ് ഡ്രൈവിന് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കസിൻസൊക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന ചുള്ളനാണ് മുസ്തഫയാണ് മുസ്തഫാൻ്റെ ട്രീറ്റാണ്. രണ്ടാമത് കാണുന്നത് അലി സിബിത്തിൻ ഖാദിരി. മൂന്നാമത് ഇങ്ങനെ നാണത്തോടെ നിൽക്കുന്നതാണ് ജുറൈജ്. നാലാമത് അനു. അഞ്ചാമത്തെ മുടി വളർത്തിയതാണ് ഹഫീസ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, സെക്യൂർ. അപ്പോൾ ആള് ഫ്രെയിമിൽ വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കാരണം അവിടെ പോകുമ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് പറയണം, ഇല്ലെങ്കിൽ ചിലപ്പം പണി പാളും. സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിതൊക്കെ വിളിച്ച് അവിടെ ആദ്യം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് വയനാട്ടിലേക്ക് വിടാം. ഇനോവ ക്രിസ്റ്റ്യൻ്റെ ഉള്ളിലത്തെ വീഡിയോ ആയിട്ട് കാണുന്നത്. സംഭവം ഇരുട്ടാണെങ്കിൽ നല്ലൊരു ആംബിയൻസ്, ബ്ലൂ ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു മെലഡി സോങ് ഒക്കെ ഇട്ട് പോകും. ഭയങ്കര രസമാണ് കാണാൻ. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഭയങ്കര തമാശ പറഞ്ഞിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നോർമൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് നേരെ താമരശ്ശേരി, അടിവാരം, താമരശ്ശേരി അങ്ങനെ ചുരം കയറിയിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് പേരാമ്പ്ര, കുറ്റിയാടി വഴിയാണ്. അങ്ങനെയാണ് വയനാട്ടിലേക്ക് പോകുന്നത്. അത് പോകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി അതാണ്. ട്രാഫിക് കുറവാണ്, ലോറികളില്ല, ബസ്സുകളില്ല. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ അത്ര കണ്ടില്ല. നമ്മളെ താമരശ്ശേരി ചുരം കയറുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ടൈം കറക്റ്റ് നമുക്കിവിടെ എത്താം. അങ്ങനെ നമ്മുടെ ആ ഹോട്ടലെത്തിയിരിക്കുകയാണ്. റാന്തൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മുടെ ഈ പേരാമ്പ്ര കഴിഞ്ഞ് കുറ്റിയാടി കഴിഞ്ഞ് ഒരു 22 കിലോമീറ്റർ പോയാലാണ് ഈ റാന്തലിൻ്റെ ആ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ നമ്പറും അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഫ്രണ്ടിലുള്ള ആംബിയൻസ് നല്ല ഭംഗിയിലോട് ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് ആണെങ്കിലും ഹോട്ടലിലെ ബോർഡാണെങ്കിലും ഒക്കെ നല്ലൊരു ആംബിയൻസ്. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് മുകളിൽ അവർ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ഉദ്ഘാടനം, അതായത് മജ്ലിസും ഒക്കെ കൂടുതൽ ഫാമിലികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും ആരും കയറിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഫുള്ളായിട്ടുള്ള പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു 80% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമ്മുടെ വാളുകളിൽ പല പെയിൻറ്റിങ് നല്ല മനോഹരമായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മജ്ലിസ് അല്ലേ, നല്ലൊരു സെറ്റപ്പിൽ മജ്ലിസിൽ അതിന് സെൻറ്ററിൽ ചെറിയൊരു ടേബിൾ, എൻ്റെ മേലൊരു ഗ്ലാസ് ഒക്കെ ഇടാനുള്ളൂ. പിന്നെ ചുറ്റിലും പലതരത്തിൽ ഒരു ട്രഡീഷണൽ ടൈപ്പിലുള്ള കുറേ പെയിൻറ്റിങ്സ്, ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള കുറേ പെയിൻറ്റ്. പിന്നെ നമ്മുടെ ടൈപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ പഴയ ആ ഒരു സെറ്റപ്പ്, അത് കാണാൻ മാത്രമല്ല കേട്ടോ, അവിടെ അതിലൂടെ പാട്ടും കേൾപ്പിക്കുന്നുണ്ട്. അത് വർക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി നേരതാ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് ഓരോരുത്തരായിട്ട്, നമ്മൾ പണ്ട് സ്കൂളിലെ കുട്ടികൾ ഉച്ചയ്ക്ക് ബെല്ലടിക്കാൻ പോകുന്ന പോലെ വരിയായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നവർ വരിയായിട്ട് ഇങ്ങനെ കയറാണ്. അപ്പം പിന്നെ കുറേ സെൽഫിയൊക്കെ എടുത്തു. കയറി കഴിഞ്ഞ് നമ്മളവിടെ നമുക്ക് വേണ്ടി ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ആ വൈഡ് ഷോട്ടിൽ നിങ്ങൾക്ക് കാണാം പോത്തിൻ്റെ കാല്, പിന്നെ അതുപോലെ തന്നെ പത്തിൽ, അതായത് ടയർ പത്തൽ എന്ന് പറയുക, അതായത് നല്ല കട്ടിയൊക്കെയുള്ള പത്തൽ, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ കുറച്ച് സലാഡ്, പിന്നെ സെൻറ്ററിൽ ഇരിക്കുന്ന റോസ്റ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അതാണ് ബീഫിൻ്റെ വാരിയല് വരട്ടിയത്. ഒരു രക്ഷയില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാലും നമുക്ക് കഴിക്കാം. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ബീഫിൻ്റെ കാലിങ്ങനെ എന്താ പറയുക, വറ്റിച്ചെടുത്ത ആ ഒരു കറിയും ആ ഒരു ഇറച്ചിയുമാണ്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ നാവിന്ന് വെള്ളം വരും. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഒരു 4-5 മണിക്കൂറോളം സ്ലോ ആയിട്ട് അത് വേവിച്ചെടുക്കണം. കാരണം അത് നന്നായിട്ട് തീ കൊടുത്ത് വേവിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഇറച്ചി ആ എല്ലിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് അവർ മെല്ലെ സ്ലോ കുക്കിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത്. എന്തൊരു സോഫ്റ്റ് എന്നറിയാം. ആ ഒരു ബീഫിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. അതും നമ്മുടെ ആ പത്തലും ടയർ പത്തൽ അത് കൊടുത്ത് ഒന്നൊരു പിടിയാണ് പിടിച്ചിട്ട് കഴിച്ച സാറേ ഒരു രക്ഷയില്ല. പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ്. നമ്മൾ ബീഫിൻ്റെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാലും വാരിയലിൻ്റെ ഈ സാധനവും ആ ടയർ പത്തലും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല. പിന്നെ എല്ലാവരും കലാപരിപാടികൾ തുടങ്ങി. കാരണം ഫുഡ് അടിക്കാൻ തുടങ്ങി. പിന്നെ ആരും ഒരു മൈൻഡും ഇല്ല.
പിന്നെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ആ കിടക്കുന്ന പോത്തിൻ്റെ കാലിൻ്റെ മേലാണ്. അതിങ്ങനെ പിടിച്ചു നോക്കുക, അത് പൊക്കി പിടിക്കുക, ഫോട്ടോ എടുക്കുക, ടേസ്റ്റ് ചെയ്യുക, ആ ഒരു കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, എല്ലാവരുടെയും നോട്ടം എങ്ങനെയാണ് അത് തീർക്കുക, എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ആലോചനയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു കിട്ടാം. പിന്നെ ഒരു കാര്യം, ഇതാണ്ട് കഴിച്ച് നമ്മൾ സാധാരണ നമ്മൾ എല്ലൊക്കെ അവിടെ വെച്ചിട്ടാണല്ലോ പോകല് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബീഫ് മെല്ലുമത്തെ ബീഫ് കഴിച്ച് അങ്ങനെ പോകും. പക്ഷെ അവിടെ നിന്ന് പോകാൻ പാടില്ല. ഇവിടെ അത് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് ആ എല്ലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മജ്ജയുണ്ട്. ഈ മജ്ജ നമ്മളൊരു പ്ലേറ്റ് അല്ല, നമ്മളൊരു പീസ് കട്ടിയുള്ള ഒരു എന്താ പറയുക, ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ടൈപ്പ് റൗണ്ട് ചെയ്ത് വൃത്തിയുള്ള സാധനം നമുക്ക് കൊണ്ടുവന്നത്. അതിലേക്ക് ഇങ്ങനെ അടിച്ചിങ്ങനെ കുത്തി അതിൻ്റെ ഉള്ളിലത്തെ ആ മജ്ജ ഇതുപോലെ അങ്ങനെ എടുക്കുക. ആ മജ്ജക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. പക്ഷെ എന്താ കുറച്ച് പണിയുണ്ട്, എന്നാൽ കൂടി ആ കുറച്ച് അതും ആ ഒരു പത്തലും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാണ്ട് ഈ പറഞ്ഞതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ് അതിനുള്ളത്. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ആദ്യം ഞാൻ ചെയ്തു, പിന്നെ നമ്മളെ കസിൻസ് ഓരോന്നായിട്ട് വന്ന് ഓരോരുത്തർ ഇങ്ങനെ അയലെടുത്ത് പോത്തിൻ്റെ കാലിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ എടുത്തിട്ട് കഴിക്കുകയാണ്. ആ ഒരു തിരക്കിലാണുള്ളത്. അപ്പോൾ നമ്മളൊരു യുദ്ധം കഴിഞ്ഞ പോലെ ആയിട്ടോ, നമ്മളെ ആ ബീഫിൻ്റെ പോത്തിൻ്റെ കാലും അതേപോലെ തന്നെ പോത്തിൻ്റെ വാരിയെല്ലാം ഒക്കെ അടിച്ച് പൊളിച്ച് എന്താ പറയുക, അവിടെ കുത്തുന്ന കണ്ടില്ല, അവിടെ അതിനെ മജ്ജ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് ഓരോരുത്തരുടെ മുഖം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയുണ്ട് മുസ്തുഭായ്? ഷാറല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഓ ഷാർപ്പ്. അതാ സ്പോൺസറാട്ടാ. അലി എങ്ങനെയാണ് ഫുഡ്? അനു പറഞ്ഞോളൂ. കുത്തുന്ന ചൊറിയിച്ച് പറയൂ. ഇനി നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഓണേഴ്സിനൊന്നും നമുക്ക് പരിചയപ്പെടാം. നമ്മൾ വന്ന റെസ്റ്റോറൻറ്റ് സത്യം പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. അപ്പോൾ നമുക്കൊരു പുതുമ തോന്നി, അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ റാന്തൽ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. അല്ല, പോത്തിൻ്റെ കാലും പോത്തിൻ്റെ മജ്ജയും പിന്നെ പോത്തിൻ്റെ വാരിയെല്ലാം കൂടി നമ്മളൊരു കിടിലൻ ഫുഡ് തന്നെയാണ് അവർ ഇതുള്ളത്. ഇതിനിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. പേരെന്ത് പറഞ്ഞു? എൻ്റെ പേര് സിദ്ദീഖ് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ഈ വയനാട്ടിലുള്ള ട്രഡീഷണൽ ആണോ? അത് നമ്മുടെ ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ വയനാട്ടിലുള്ളത്. അപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റ് അപേക്ഷിച്ച് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു തീം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു തീമിലേക്ക് എത്തിയത്. അപ്പോൾ ശരിക്കും നമ്മളെ ഈ ഒരു വടക്കേ വയനാട്ടിലുള്ള ട്രഡീഷണൽ ഫുഡാണ് ഈ പോത്തിൻ്റെ കാല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ ഒരു വാരിയെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഓൺ റെസിപ്പിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മെയ്ഡ് ചെയ്യുന്ന മസാലയൊക്കെയാണ്, ഹോം മെയ്ഡാണ്. നമ്മൾ 90% ഇവിടെ കൊടുക്കുന്നത് ഹോം മെയ്ഡ് ഫുഡാണ്. പോത്ത് വരട്ടായാലും ലിവർ കുരുമുളക്, അതായത് നാച്ചുറലായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത് പൊടിച്ച് അതിൽ പ്രിപ്പയർ ചെയ്യുന്ന സംഭവമാണ് മസാലകളെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ആക്ച്വലി ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഈ ഒരു വയനാടിൻ്റെ ട്രഡീഷണൽ ഫുഡ് കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുറത്തുള്ളവർക്ക് പരിചയമായി തുടങ്ങി ഇപ്പോൾ. അതെ അതെ അതെ. അപ്പോൾ അവരങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അഭിപ്രായം അന്വേഷിച്ച് വരുന്നുണ്ട് ആളുകൾ. പുറത്ത് ലോങ് ആളുകൾ ഇവിടെ നമ്മളെ ഫുഡ് അന്വേഷിച്ച് വരുന്നുണ്ട്. നേരത്തെ വിളിച്ച് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, എത്ര ടൈം എടുക്കും? ഇത് ഏതാണ്ട് 5-5.5 മണിക്കൂർ വേവിച്ചാണ് ഇത്. ഇങ്ങനെ പൊതുവെ കല്യാണങ്ങൾ ഇവിടെ കാണുന്നത്. അതെ, നമ്മൾ കല്യാണത്തിന് വീട്ടിൽ പോത്തിനെ കറക്കുന്ന സമയത്ത് ഇത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ എല്ലാവരും കുടുംബക്കാരൊക്കെ കൂടിയിട്ട് ഇതും പത്തിരി, അതായത് ഓട്ടുപത്തിൽ എന്ന് പറയും, ആ പത്തിലും കൂടി ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തോളൂ. അപ്പോൾ ഷോപ്പുകളിലേക്ക് വന്നത് ഈ അടുത്തായിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും സ്ലോ കുക്കിംഗ് ആണ്. മീൻസ് ഒരു 5-6 മണിക്കൂർ ഇത് കുക്കാവണം. സ്ലോ കുക്കിങ്ങിൽ ഇതിൻ്റെ ശരിക്കും മീറ്റൊക്കെ നല്ല ജ്യൂസി ടൈപ്പായിട്ട് ബോയിൽ ചെയ്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും അത് ജിഞ്ചർ, ഗാർലിക്ക്, നമ്മളെ നാടൻ കുരുമുളക്, പച്ച കുരുമുളക് ഇതൊക്കെ ഇതിൽ അരച്ച് ഒരു സ്പെഷ്യൽ മസാലയെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല റെസ്പോണ്ടാണ്. ആൾക്കാരൊക്കെ നന്നായിട്ട് എൻക്വയറി ഉണ്ട്, വരുന്നുണ്ട്. പുറത്തുനിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. കാരണം വയനാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ആയതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് ഇത് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഫുഡൊന്നും രക്ഷയില്ല. ഞാൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ഒരു വെറൈറ്റി ഒരു ഡിഷ് കഴിച്ചു. കാരണം നമ്മൾ പല സ്ഥലത്തും ഫുഡ്
കഴിക്കുന്നതാണ് എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഒരു ഐറ്റം. അങ്ങനെ പോത്തിൻ്റെ കാല് നമ്മൾ ബീഫ് കൊണ്ട് നമ്മൾ ഇതുപോലെ ബീഫ് റോസ്റ്റും ബീഫ് ചില്ലിയും അങ്ങനെ പല ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റിയാണ്, ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ വഴി വരികയാണെങ്കിൽ, വയനാട് വഴി വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ കയറാം. അതിൻ്റെ ഡീറ്റെയിൽ ലിങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഒരു നമ്പർ ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇവരത് എല്ലാം റെഡിയാക്കും. അത്ര ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ബൈ.